അഡ്വക്കേറ്റ് ടി.പി. സിന്ധുമോൾ നോക്കൂ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം BJP 2024 ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റമാണ്. അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് CPM നാളെ കൂടി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ, അതായത് 5 ദിവസം നീളുന്ന സംസ്ഥാന സമിതി യോഗം തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറ്റവും മാരകശേഷിയുള്ള ആയുധത്തെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ രക്ഷാകവചം എന്നൊക്കെയോ അല്ലെങ്കിൽ ഏലസ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ കേരളത്തിലെ UDF-ന്റെ രക്ഷാകവചമായി രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി BJP-യുടെ വളർച്ച പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും ശ്രമിക്കുക. നികേഷേ, അങ്ങനെ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. അതെ, ആ ശ്രമത്തിന്റെ ആത്യന്തികമായ ഫലവും നമ്മൾ കണ്ടു. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തി. ഇവിടെ ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് ശ്രീ കുര്യൻ സാറ് പറഞ്ഞതുപോലെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഒന്ന്, വയനാട് കാലാകാലങ്ങളായി കോൺഗ്രസ് കൈവിടാതെ കൊണ്ടുപോയി നടക്കുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി നിർത്തി ജയിപ്പിക്കണമെന്നുള്ളത് ആ കുടുംബത്തിന്റെ ആഗ്രഹമാണ്, അവരുടെ ആവശ്യമാണ്. എല്ലാ കോൺഗ്രസുകാരുടെയും ആവശ്യമാണെന്ന് ശ്രീ PJ കുര്യൻ സാർ പറഞ്ഞാലും ഞാൻ അതിനെ അങ്ങനെ അല്ല എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് ആ കുടുംബത്തിന്റെ ആവശ്യമാണ്. ആ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റു പലരും നിന്നു കൊടുക്കുന്നു. ശ്രീ KC വേണുഗോപാലിനെ പോലെയുള്ളവർ നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിലെ യഥാർത്ഥമായ വസ്തുത. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച ശേഷം അദ്ദേഹം എത്ര തവണ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. നോക്കൂ, മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നുവെങ്കിലും വീണ്ടും വിജയിപ്പിച്ചു. അതായത് വിജയിപ്പിച്ച പോലെയല്ല, സാധാരണ വിജയിപ്പിക്കലല്ല, നരേന്ദ്രമോദിയുടെ ഇരട്ടി ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു. ശരി, അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. വയനാട്ടില് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവർ നിരന്തരം പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഈ നേതാവിന് ആ മണ്ഡലത്തിൽ സാധിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതേ കുടുംബത്തിൽ നിന്നാണ് അടുത്ത ആളെ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഇവർക്ക് സമയമില്ല. ഇവർക്ക് രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, UP പ്രത്യേകം ശ്രദ്ധിക്കണം, അമേഠി ശ്രദ്ധിക്കണം, റായ്ബറേലി ശ്രദ്ധിക്കണം. ആങ്ങളെയും പെങ്ങളും കൂടി ഒന്നിച്ചേ യാത്ര ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആങ്ങളെയും പെങ്ങളെയും അമ്മയും കൂടി ഒന്നിച്ചേ യാത്ര ചെയ്യുകയുള്ളൂ. ആ സാഹചര്യത്തിൽ പ്രിയങ്കയെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് ജയിച്ചിട്ട് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ഗുണം? അത് വയനാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ മാഡം, നമുക്കിപ്പോ പറയാൻ കഴിയും അക്കാര്യത്തിൽ. നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ, നോക്കൂ, ഭരണമുന്നണിയിൽ വലിയ തോതിൽ അതൃപ്തിയുണ്ട്. ഇതിനകം തന്നെ NDA ഒരു കക്ഷി ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മോദി എന്ന ആശയം തകർന്നിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഈ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുക എന്ന് മാത്രമല്ല, NDA മുന്നണിയിലെ കക്ഷികളെ ഇന്ത്യ ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമം, അതിന് നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേരെങ്കിലും 3 പേര് എല്ലാവരുടെയും ഉദ്യമം ഉണ്ടാകും, എല്ലാവരുടെയും എനർജി ഇവിടെ വർക്ക് ചെയ്യപ്പെടട്ടെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാവരുടെയും എനർജി വർക്ക് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അവർ NDA മുന്നണിയെ പിളർത്താനാണ് ശ്രമമെങ്കിൽ അവർ പിളർത്തി നോക്കട്ടെ. പിളരുമോ എന്ന് നമുക്ക് കാണാമല്ലോ. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയമല്ലേ അത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നികേഷ്, ഈ 3ാം മോദി ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം NDA എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം വന്നതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒന്നല്ല. അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഭരിച്ചത് NDA ആയിട്ടാണ്. ഇവിടെ ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും BJP എന്ന് പറഞ്ഞല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, NDA എന്ന് പറഞ്ഞിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങൾ മത്സരിച്ചിരിക്കുന്നത് പറയാൻ കൊള്ളാം മാഡം. 2014 മുതൽ 2024 വരെ NDA എവിടെ ഉണ്ടായിരുന്നു, 2023 വരെ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് വരെ NDA എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. Debate with MV Nikesh Kumar.